ബസ്സുകളുടെ ശവപ്പറമ്പായി KSRTC ആറ്റിങ്ങൽ ഡിപ്പോ. ഉപയോഗിക്കാതെ നശിക്കുന്നത് നിരവധി ബസ്സുകൾ. സംസ്ഥാനത്തു തന്നെ ഏറ്റവും അധികം ആസ്തിയും ഭൂമിയുമുള്ള ചുരുക്കം KSRTC ഡിപ്പോകളിൽ ഒന്നാണ് ആറ്റിങ്ങൽ. എന്നാൽ അധികൃതർ കാട്ടുന്ന അനാസ്ഥ കാരണം ദുരിതം അനുഭവിക്കുകയാണ് യാത്രക്കാരും നാട്ടുകാരും. ദേശീയപാതയ്ക്ക് അഭിമുഖമായി 6 ഏക്കറിലധികം ഭൂമിയുണ്ട് ആറ്റിങ്ങൽ ഡിപ്പോയ്ക്ക്. എന്നാൽ ഭൂരിഭാഗം സ്ഥലവും ഒരു പദ്ധതികളും നടപ്പിലാക്കാത്തതിനെ തുടർന്ന് കാട് കയറി നശിക്കുകയാണ്. നമ്മൾ നിൽക്കുന്ന ആറ്റിങ്ങലാണ്. ആറ്റിങ്ങൽ KSRTC സ്റ്റാൻഡിലോട്ട് കയറുന്ന വഴിയാണിത്. അപ്പോൾ ഇതുവഴിയാണ് ഏറ്റവും കൂടുതൽ യാത്രക്കാർ സഞ്ചരിക്കുന്നത്. ഇതുവഴിയാണ് ബസ്സുകൾ വരുന്നതും പാർക്കിങ്ങിനായി ബസ്സുകൾ വരുന്നതും ഈ ഡീസൽ അടിക്കാനായാലും മറ്റ് പാർക്കിംഗ് ചെയ്യാനും രാത്രികാലങ്ങളിലായാലും അല്ലാതായാലും ബസ്സുകൾ വന്ന് ഇറങ്ങുന്ന ഒരു സ്ഥലം കൂടാണ്. മെയിൻ വഴിയാണ്. യാത്രക്കാർക്ക് നടക്കാൻ പറ്റാത്തൊരു സാഹചര്യത്തിലാണ് ഈ വഴി പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം വെച്ചാൽ ഈ ഉരുളൻ കല്ലുകൾ കാരണം മറ്റ് ഈ ബസ്സുകൾ ഇറങ്ങി വരുന്ന ബസ്സുകൾ വന്ന് കയറി ഈ യാത്രക്കാരുടെ ദേഹത്തെ കൊണ്ട് ഒരുപാട് അനുഭവങ്ങൾ ഈ ആറ്റിങ്ങൽ KSRTC സ്റ്റാൻഡിൽ ഉണ്ടായിട്ടുണ്ട്. അപ്പം വളരെയധികം ദയനീയമായൊരു അവസ്ഥയിലാണ് ഈ ഉരുളൻ കല്ലുകളിവിടെ കിടക്കുന്നത്. ഇതിൻ്റെ മെയിനായിട്ടെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അധികാരികൾ എത്രയും പെട്ടെന്ന് കണ്ട് ഇതിന് വേണ്ടുന്ന നടപടികൾ എടുക്കണമെന്നാണ് പറയുന്നത്. പലരും പേടിച്ചിട്ടാണ് മീഡിയയുടെ മുന്നിൽ വരാത്തത്. അപ്പോൾ ഈ തരത്തിലുള്ള സാഹചര്യത്തിൽ നമുക്ക് വഴിയെ കുറിച്ചൊന്ന് പറയാൻ പറ്റും. അമ്മച്ചി സ്ഥിരം നടന്നു പോകുന്ന വഴിയില്ലത് എങ്ങനെയുണ്ട് വഴി? അമ്മച്ചി പറഞ്ഞ കേട്ടോ, ആ അമ്മച്ചി പറഞ്ഞ കല്ല് ശബരിമലയിൽ പോലും ഇതുകൊണ്ടൊരു വഴി കാണത്തില്ലെന്നാണ് പറയുന്നത്. കാട്ടിൽ കയറുമ്പോൾ പിന്നെയും അടിപൊളി നല്ല വഴികളാണെന്നാണ് പറയുന്നത്. ഈ വഴിയുടെ അവസ്ഥ കണ്ടിട്ട് അമ്മച്ചിക്ക് എന്താണ് പറയാനുള്ളത്? അമ്മച്ചി സ്ഥിരമായിട്ട് വരുന്ന വഴിയാണത്? സ്ഥിരമായിട്ട് വരുന്നത്. അപ്പോൾ ഈ അമ്മച്ചി പറഞ്ഞത് തന്നെയാണ്, വളരെയധികം ബുദ്ധിമുട്ടാണ് നടന്നു പോകാനായിട്ട്. ഇതൊരു മെയിനായിട്ടെന്ന് പറഞ്ഞത് വേണ്ടപ്പെട്ട അധികാരികൾ ഇത് കണ്ട് ഇതിനൊരു നടപടി എത്രയും പെട്ടെന്ന് എടുക്കണം. ഇത് മുൻ ഒരു ദുരന്തത്തിന് വഴിയൊരുക്കാതെ എത്രയും പെട്ടെന്ന് തന്നെ ഇതിൻ്റെ നടപടി എടുത്ത് കണ്ട് ആ അമ്മച്ചിക്ക് നടക്കാൻ പോലും പറ്റാത്തൊരവസ്ഥയിലാണ്. ഈ കല്ലിൻ്റെ ഇടയിൽ കൂടെ എങ്ങനെ നടക്കുമെന്നാണ് പറയുന്നത്. ഒരുപാട് വർഷങ്ങൾ കാലഘട്ടമായി ഇവിടെ കടക്കണിയിൽ കിടക്കുമ്പോഴും ഇവിടെ ആയിരക്കണക്കിന് നൂറുകണക്കിന് വണ്ടികൾ പല വേദിയിലും പല സ്റ്റാൻഡിലും ഈ സ്റ്റാൻഡിലും ഒരുപാട് സ്ഥലങ്ങളിൽ പാർക്ക് പോലെ ചെയ്തിട്ടേക്കാണ്. കാരണം അവർ കളിപ്പാട്ടം കണക്കാണ് ഇട്ടേക്കുന്നത്. കാരണം ഇത് ഒരു ഉദ്യോഗസ്ഥ സർക്കാരുകാർക്കും അറിയില്ല, ഉദ്യോഗസ്ഥന്മാർക്ക് മാത്രമേ ഇത് അറിയാവൂ. പക്ഷേ ഉദ്യോഗസ്ഥന്മാരിൽ നിന്ന് ഭാഗത്തു നിന്നാണ് ഇത് കംപ്ലീറ്റ് വീഴ്ച വന്നേക്കുന്നത്. ഇത് അറിയപ്പെടേണ്ടതാണ്. ഇത്രയും പെട്ടെന്ന് അറിയപ്പെട്ട് ഇതിൻ്റെ സത്യാവസ്ഥ അറിഞ്ഞ് ഈ ഉദ്യോഗസ്ഥന്മാരിൽ നടപടിയെടുക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇതിൽ കൂടുതൽ കാരണങ്ങൾ നേരിട്ട് വന്ന് ഈ ഉദ്യോഗസ്ഥന്മാർ കണ്ട് വിലയിരുത്തണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഈ സർക്കാരിൻ്റെ കടക്കതിൽ നിന്നും ഈ വണ്ടികളെല്ലാത്തിനെയും മോചിപ്പിച്ച് ഇതിൽ നിന്ന് റൂട്ടില്ലാത്ത റൂട്ടുകളിലേക്ക് വണ്ടി പാസ് ചെയ്ത് ഈ ആറ്റിങ്ങൽ സ്റ്റാൻഡിനെ നല്ല രീതിയിലേക്ക് കൊണ്ടുവരണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഞാൻ ഈ കാഴ്ചയെന്ന് പറഞ്ഞാൽ വളരെ ദുഃഖകരമായ കാഴ്ചയാണ്. വളരെയധികം 100ഓളം ബസ്സുകളാണ് ഈ ട്രാൻസ്പോർട്ട് ബസ് സ്റ്റാൻഡിൻ്റെ എല്ലാ സ്റ്റാൻഡിൻ്റെ ഈ രാഷ്ട്രീയത്തിൻ്റെ 4 സൈഡ് കിടക്കുന്നത്. ഇത് എന്തിനാണ് കിടക്കുന്നത് പോലും ഒരു അവകാശം ചോദിക്കുക ഒരു ഉദ്യോഗസ്ഥന്മാരും വന്ന് പറയുന്നത്. ഇതിൻ്റെ പൂർണ്ണമായ ഇതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം ചെയ്യേണ്ടത് ഈ ട്രാൻസ്പോർട്ട് ബസ് സ്റ്റാൻഡിനകത്തുള്ള ഉദ്യോഗസ്ഥന്മാർ തന്നെയാണ്. അല്ലാതെ ഈ ആരെയും കുറ്റപ്പെടുത്തിയ കാര്യമല്ല. എത്രയും പെട്ടെന്ന് തന്നെ ഇതിൻ്റെ സത്യാവസ്ഥ കണ്ടുപിടിച്ച് ഈ വാഹനങ്ങൾ എന്താണിത് ഉമ്മൻചാണ്ടി സർക്കാർ ഭരിക്കുന്ന സമയത്തുള്ള ഒറിജിനൽ പുതിയ വണ്ടികൾ പോലും ഇതിനകത്ത് കിടപ്പുണ്ട്. പക്ഷേ ഞാൻ പറയാനുള്ളത് എത്രയും പെട്ടെന്ന് ഇതിൻ്റെ ഒരു തീരുമാനം മന്ത്രി കാണുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഇതിന് വേണ്ടി എല്ലാ കാര്യങ്ങൾക്കും ഈ വാഹനങ്ങൾ എന്തുകൊണ്ടാണ് ഈ ഉദ്യോഗസ്ഥന്മാർ നിർത്തേക്കുന്നതെന്ന് കൃത്യമായിട്ട് അറിയിക്കണം. മനുഷ്യർക്ക് നടക്കാൻ പറ്റാത്ത സാഹചര്യത്തിലാണ് ഈ KSRTC ഡിപ്പോയിലേക്കുള്ള ഈ വഴികൾ കിടക്കുന്നത്. മാത്രമല്ല വണ്ടികൾ വന്നാൽ തന്നെ, അതായത് KSRTC ബസ്സുകൾ വന്നാൽ തന്നെ ഈ കല്ലുകൾ തെറിച്ച്, ഈ ഇളകി കിടക്കുന്ന കല്ലുകൾ തെറിച്ച് മറ്റുള്ളവർക്ക് അപകടം ഉണ്ടാവുന്ന രീതിയിലാണ് ഈ ആറ്റിങ്ങൽ KSRTC ഡിപ്പോയിലേക്കുള്ള ഈ വഴികളിലെ ഈ അവസ്ഥ. ഇത് എത്രയും പെട്ടെന്ന് തന്നെ വേണ്ടപ്പെട്ട അധികാരികൾ കണ്ട് ഇതിനൊരു നടപടി എത്രയും പെട്ടെന്ന് എടുക്കണമെന്നാണ് നമുക്ക് പറയാനുള്ളത്. ഇത് വളരെ ദുർഘടം പിടിച്ചൊരു വഴിയാണ്. ശബരിമലയിൽ പോകുമ്പോൾ പോലും ഈ തരത്തിലുള്ള ഒരു കുന്നോ കല്ലോ അങ്ങനെയുള്ള പ്രവണതയോ കണ്ടിട്ടില്ല. ഇത് യാത്രക്കാർക്ക് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കുന്ന തരത്തിലുള്ള ഒരു KSRTC ഡിപ്പോയിലേക്ക് കയറുന്ന ഒരു അവസ്ഥ ഭയങ്കര ദയനീയമായൊരവസ്ഥയാണ്. വളരെ ദുർഗുണം പിടിച്ചൊരു സാഹചര്യമാണിത്. ഏതെങ്കിലും ഒരു ബസ് വന്നാൽ തന്നെ ഈ കല്ലുകൾ തെറിച്ച് മറ്റുള്ളവർക്ക് നടന്നു വരുന്ന യാത്രക്കാർക്ക് എന്തെങ്കിലും ഏത് തരത്തിലായാലും പ്രശ്നങ്ങളുണ്ടാവും എന്നാണ്. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ ഇവിടെ ഉണ്ടായിട്ടുണ്ട്. വണ്ടിയിൽ നിന്നും കല്ല് തെറിച്ച് വന്ന് യാത്രക്കാരുടെ ദേഹത്ത് അടിച്ചതായിട്ട് ഇവിടെ ഒരുപാട് പേര് പറയുന്നുണ്ട്.
പിന്നെ പലരും പേടിച്ചിട്ടാണ് ഈ മീഡിയയുടെ മുന്നിൽ നിന്നും വരാത്തത്. അപ്പോൾ വളരെയധികം സങ്കടം പിടിച്ചൊരു വഴിയാണിത്. ശബരിമലയിൽ പോലും പോകുമ്പോൾ പിന്നെയും കോൺക്രീറ്റ് ചെയ്തിട്ടേക്കുന്നത്. ഒരു പാവം പിടിച്ചൊരു ചേച്ചിക്ക് നടക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിലാണ് ഈ റോഡുകളുടെ അവസ്ഥ. അതായത് KSRTC ആറ്റിങ്ങൽ KSRTC ഡിപ്പോയിലേക്ക് കയറുന്ന ഒരു വഴിയാണിത്, മെയിൻ വഴിയാണിത്. ബസ് ഇറങ്ങിക്കഴിഞ്ഞാൽ എല്ലാ യാത്രക്കാരും ഇതുവഴിയാണ് അടുത്തുള്ള ഓട്ടോറിക്ഷ സ്റ്റാൻഡിലേക്ക് പോകുന്നതും. ഇതേ ഒരു വഴിയുള്ളൂ. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് തന്നെ വേണ്ടപ്പെട്ട അധികാരികൾ കണ്ട് ഈ വഴിക്കൊരു ഏറ്റവും കൂടുതൽ ഉരുളൻ കല്ലുകളാണ്. ശബരിമല പാതയിൽ പോലും ഞാൻ എടുത്തു പറയാണ്, ശബരിമല പാതയിൽ പോലും ഇത്രയ്ക്കും ഒരു അവസ്ഥ ഇന്നേ വരെ ഉണ്ടായിട്ടില്ല. ഇത് അധികാരികൾ കാണാത്തതാണോ അതോ കണ്ട പാപം നടിക്കാത്തതാണോ എന്നാണ് നമുക്ക് പറയാനുള്ളത്. നിലവിൽ കണ്ടം വെക്കാൻ എന്ന പേരിൽ ബസ്സുകൾ കൂടിയിടുന്നതിനുള്ള ഇടമായി മാറിയിരിക്കുകയാണ് ഇവിടം. ആറ്റിങ്ങലിൽ പുറമെ ജില്ലയിലെ മറ്റു ഡിപ്പോകളിൽ നിന്നുള്ള ബസ്സുകളും ഇവിടെ കൂട്ടിയിട്ടിരിക്കുന്നു. സർവീസുകൾ വെട്ടിക്കുറച്ചപ്പോൾ കൊണ്ടിട്ട ബസ്സുകളാണ് ഇതെന്ന് അധികൃതർ പറയുന്നു. ഓടിക്കാൻ പറ്റാവുന്ന ചില ബസ്സുകൾ വൻതുക മുടക്കി അറ്റകുറ്റപ്പണികൾ നടത്തി വീണ്ടും നിരത്തിലിറക്കി. 60,000 മുതൽ 70,000 രൂപ വരെ ചെലവിട്ടാണ് ഓരോ ബസ്സുകളും അറ്റകുറ്റപ്പണികൾ പൂർത്തിയാക്കിയതെന്ന് ജീവനക്കാർ തന്നെ വെളിപ്പെടുത്തുന്നു. സർവീസ് നടത്തിക്കൊണ്ടിരുന്ന നിരവധി ബസ്സുകളാണ് ഇത്തരത്തിൽ വർഷങ്ങളോളം ഒതുക്കിയിട്ടതിനെ തുടർന്ന് നശിച്ചത്. ആവശ്യത്തിന് സർവീസ് നടത്തുന്നതിന് വേണ്ടിയുള്ള ഡ്രൈവർമാർ ഡിപ്പോയിൽ ഇല്ല എന്നതും പ്രതിസന്ധി സൃഷ്ടിക്കുന്നു. ശൗചാലയമുണ്ടായിട്ടും ബസ്സിന്റെ മറയിൽ നിന്നാണ് ജീവനക്കാർ കാര്യം സാധിക്കുന്നത്. രാത്രിയെന്നോ പകലെന്നോ ഇല്ലാതെയാണ് മദ്യപാനവും ലഹരി വസ്തുക്കളുടെ ഉപയോഗവും വിൽപ്പനയും നടക്കുന്നുണ്ടെന്ന് നാട്ടുകാർ പറയുന്നു. രാത്രിയായാൽ അനാശാസ പ്രവർത്തനങ്ങളുടെ താവളമായി മാറുന്നു. ആറ്റിങ്ങലിൽ നിന്നും ന്യൂസ് 95 വേണ്ടി സുജീഷ് പത്തനാപുരം.